ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന പേരിൽ ഇരിക്കുന്ന ഇവർ സഭയല്ല, അതൊരു സംഘടനയാണ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒരു നടപടിയാണ് ഇന്നലെ ഉണ്ടായത്. അവരുടെ വിശ്വാസികളെ അല്ല, അവരുടെ ഇടയിലെ ഒരു മെതാൻ എന്ന് പറയുന്ന ആൾക്ക് പോലും അവിടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അവർ വളരെ ഹീനമായ, അധമമായ, നിന്ദ്യമായ, അചിന്തനീയമായ വിധത്തിൽ അയാളെ അപഹസിക്കുകയും പുറത്താക്കുകയും ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കരമായ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ കാതോലിക്ക ബാബ എന്ന് പറയുന്നത് ആലിബാബ എന്ന് പറയുന്ന പോലെ, ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ് ഈ കഞ്ഞിക്കുഴിയിലുള്ളത്. ഒരു വശത്ത് അത് ദുഃഖകരമാണ്. കാരണം ഒരു ക്രിസ്തീയ സഭ എന്ന് കഴിഞ്ഞ നാളുകളിൽ നമ്മളെല്ലാം തെറ്റിദ്ധരിച്ച ഒരു വിഭാഗം ഇത്രമാത്രം അധപ്പതിച്ചല്ലോ എന്ന് ഓർക്കുന്ന ദുഃഖം എനിക്കുണ്ട്. അപ്പോൾ തന്നെ ഈ ക്രിസ്തീയ സഭയാണെന്ന് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവരുടെ തനിക്കുണം നാട്ടുകാരുടെ മുമ്പിൽ വെളിപ്പെട്ടല്ലോ, ഇവർ എക്സ്പോസ് ആയിട്ടോ ഓർത്ത ആ സന്തോഷം എനിക്കുണ്ട്. കാരണം നാളുകളായിട്ട് നമ്മുടെ തേങ്ങ കക്കുന്ന കള്ളനെ പിടിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും, പിടിച്ചല്ലോ. പക്ഷേ ആ കള്ളൻ നമുക്ക് പരിചയമുള്ള ഒരു ആളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു വിഷമം വരും. എന്ന് പറഞ്ഞ പോലെ ഈ കഞ്ഞിക്കുഴി സംഘം ക്രിസ്തീയ സഭയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർ ക്രിസ്ത്യാനികളെ അല്ല, ക്രിസ്തീയ സഭയല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടി ഇന്നലെ അവരുടെ കയ്യിൽ ഈ ആലിബാബായി 41 കള്ളന്മാരും കൂടെ ചേർന്ന് നടപ്പിലാക്കിയതിൽ വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങളായി സാമൂഹിക മാധ്യമങ്ങളെ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരുന്ന മെത്രാൻ കക്ഷികളുടെ ഇടയിലെ ഒരു ബിഷപ്പിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് താൽക്കാലികമായി വിരാമം വന്നിരിക്കുകയാണ്. ഇന്നലെ കഞ്ഞിക്കുഴി സഭയുടെ ആസ്ഥാനത്ത് ചേർന്ന അവരുടെ നേതൃയോഗം ബിഷപ്പ് സക്രിയാസ് മാർ അപ്രേമിനെ ചുമതലകളിൽ നിന്ന് നീക്കുവാൻ തീരുമാനിച്ചു. അർത്ഥാൽ അദ്ദേഹത്തെ ഡീഫ്രോക്ക് ചെയ്തിരിക്കുന്നു. ഇത് മെത്രാൻ കക്ഷി വിഭാഗത്തിലെ ചില മാനസിക സ്ഥിരതയില്ലാത്ത ആളുകൾ വല്ലാതെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പല ആളുകളും. കൂടുതലും മെത്രാൻ കക്ഷി തീവ്രവാദികളാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, ഇതിന് പ്രതികരണമില്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ മെസ്സേജ് ഇടുക. സോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു അല്പം സാവകാശം കിട്ടിയപ്പോൾ അതേപ്പറ്റി പറയുകയാണ്. ഒന്നാമത് ഇത് മെത്രാൻ കക്ഷി വിഭാഗത്തിന്റെ ആഭ്യന്തര കാര്യമാണ്. അവരുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നത്തെ അവരെല്ലാം കൂടെ ചേർന്ന് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. നല്ല ഒരു തമാശയായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഇതെങ്ങനെ പരിഹരിക്കണം എന്ന് പറഞ്ഞ് പണ്ട് തീക്കണൽ മുണ്ടിനകത്ത് വെച്ചെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അതാണ് സംഭവിച്ചിരിക്കുന്നത്. വേറെ ചില ആളുകൾ പറഞ്ഞു ഇത് നമുക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ശരിയാണ്. കാരണം നിങ്ങളുടേതൊരു സംഘടനയാണ്. ഈ സംഘടനയാകുമ്പോൾ, ഓർഗനൈസേഷൻ ആകുമ്പോൾ ഓർഗനൈസേഷനിൽ നിന്ന് ഒരാളെ പുറത്താക്കാൻ പറ്റും. ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ മെത്രാൻ കക്ഷികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷനിൽ നിന്ന് ഒരാളെ പുറത്താക്കാൻ സാധിക്കും. പെന്തക്കോസ്ത് വിഭാഗം അങ്ങനെയാണ്. അപ്പോൾ ഒരു ആൾ പറയാം പെന്തക്കോസുകാരൊക്കെ ഇത് സ്വപ്നം കണ്ട, പെന്തക്കോസിൽ സ്ഥിരമുള്ളതാണ് ഇത്, നിങ്ങൾക്ക് പെന്തക്കോസിനെ പറ്റി അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. പെന്തക്കോസ് സ്ഥിരമായിട്ട് നടക്കുന്നതാണ് ഇത്തരത്തിലുള്ള എക്സ്കമ്മ്യൂണിക്കേഷൻസും ഇത്തരത്തിലുള്ള ബഹിഷ്കരിക്കലും പുറത്താക്കലും ഒക്കെ സ്ഥിരമായി നടക്കുന്ന നാടകമാണ്. എന്നാൽ ഈ പൗരസ്ത്യ ദർശനമനുസരിച്ച് ക്രിസ്തീയ സഭ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് ഒരാളെയും പുറത്താക്കാൻ പറ്റില്ല, പുറത്താക്കില്ല. എന്ത് തെറ്റ് ചെയ്താലും, എന്ത് പാതകം ചെയ്താലും, എന്ത് അവിവേകം പ്രവർത്തിച്ചാലും പറഞ്ഞാലും ആ ആള് പുറത്താവില്ല. അത് ഫാമിലിയും ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ ഇന്നലെ കൊണ്ട് ഞാൻ വളരെ നാളുകളായി പറയുന്നു, ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന പേരിൽ ഇരിക്കുന്ന ഇവർ സഭയല്ല, അതൊരു സംഘടനയാണ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒരു നടപടിയാണ് ഇന്നലെ ഉണ്ടായത്. അവരുടെ വിശ്വാസികളെ അല്ല, അവരുടെ ഇടയിലെ ഒരു മെത്രാൻ എന്ന് പറയുന്ന ആൾക്ക് പോലും അവിടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അവർ വളരെ ഹീനമായ, അധമമായ, നിന്ദ്യമായ, അചിന്തനീയമായ വിധത്തിൽ അയാളെ അപഹസിക്കുകയും പുറത്താക്കുകയും ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കരമായ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ ഒരു യാത്രയിലായിരുന്നോണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ എൻ്റെ സന്തോഷം ഞാൻ പ്രകടിപ്പിച്ചേനെ. എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം ഇവര് സഭയല്ല 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 എന്ന് പറയാൻ ഞാൻ തുടങ്ങിയിട്ട് കുറെ നാൾ അതിനൊരു തെളിവ് വേണമല്ലോ എന്ന് ചോദിച്ച് ഞാൻ ഇങ്ങനെ വട്ടമെന്നുള്ളത് നടക്കുകയായിരുന്നു. അങ്ങനെ ഏതായാലും നമുക്കൊരു തെളിവ് കിട്ടി. ഇവര് സഭയല്ല, സഭയിൽ നിന്ന് ഒരാളെയും പുറത്താക്കാനൊന്നും പറ്റില്ല. അതെങ്ങനെയാണ് പുറത്താക്കുന്നത്? ഇവരിപ്പോ പറയും ന്യായീകരണമായിട്ട് വരും, ഞങ്ങൾ പുറത്താക്കില്ല. നിങ്ങൾ പുറത്താക്കി,
ഇതാണ് പുറത്താക്കുന്നത്. നിങ്ങൾ പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ വളരെ വളരെ മോശമായ ഒരു നടപടിയാണ്. കാരണം ഒരു ഇയാൾക്ക് ഇനി എന്താണ് ഒരു അസ്തിത്വമുള്ളത്? ഈ അപ്രേം എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹം ദ കോളേജ് ഓഫ് ബിഷോപ്സ് എന്നൊക്കെ പറഞ്ഞ് അവർ പറയാറുണ്ട്. അപ്പോൾ ആ ബിഷപ്പുമാരുടെ സമിതിയിൽ അദ്ദേഹത്തിന് അന്യതാബോധം, കാരണം യു ബിലോങ് ഹിയർ എന്നൊരു വ്യക്തമായ സന്ദേശം കൊടുത്തിരിക്കുകയാണ്. നീ ഞങ്ങളിൽ പെട്ടവനല്ല, നീ ഇവിടെ ഉൾപ്പെടുന്നില്ല. അപ്പൊ എത്ര മോശമാണ്. അപ്പൊ അതിന് ദൈവികമായി ചിന്തിക്കുന്ന, സുവിശേഷത്തിന്റെ അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ബിഷപ്പെങ്കിലും അവിടെ കണ്ടേക്കാം എന്ന് നമ്മൾ കരുതിയെങ്കിലും ഭൗതികമായ താൽക്കാലികമായ ലാഭങ്ങളെ പ്രതി, അല്ലെ, ജഡീക സുഖങ്ങൾ, ഭൗതിക നേട്ടങ്ങൾ, അധികാരമോഹങ്ങൾ, ഇങ്ങനെ പലതും, അതായത് പണം, പാനീയം, പദവി, പെണ്ണ്, 4 പാ വിരിച്ച് കൊടുത്തിരിക്കുകയാണ്. 4 പാ വിരിക്കും. പണം, പാനീയം, പദവി, പെണ്ണ് എന്നിങ്ങനെ 4 പായാണ്. ഓരോ പായ കിടന്നുറങ്ങാണ് ആളുകൾ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ബിഷപ്പ് പോലും അതിനകത്തില്ലായിരുന്നു എന്നുള്ളത് നിങ്ങൾ നോട്ട് ദ പോയിന്റ്. അപ്പോൾ ഇതൊരു ഫാമിലിയാണെന്നും, ഇപ്പൊ എത്രമാത്രം നമ്മൾ ദൂരെ പോയാലും, എത്രമാത്രം തെറ്റുകൾ ചെയ്താലും കുടുംബത്തിൽ നിന്ന് ഒരിക്കലും ഒരു വ്യക്തി പുറത്തു പോവില്ല. അതാണ് യേശു കർത്താവ് ദൈവസ്നേഹത്തിന്റെ ആ മാധുര്യത്തെ വിവരിക്കുമ്പോൾ പറയുന്നത്. ധനികനായ ഒരു മനുഷ്യന്റെ 2 മക്കളെ പറ്റി പറയുന്നത്. അവൻ ദൂരദേശത്തേക്ക് പോയി. ഹി എൻകാഷ്ഡ് എവരിത്തിങ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ദൂരെ പോയി. നമുക്ക് ആ കഥ വളരെ പരിചയമാണ്. അപ്പൊ അവൻ തിരിച്ചു വരുമ്പോ അവൻ ചിന്തിക്കുന്നത് അവൻ ആ കുടുംബത്തിലെ ഒരു അംഗമല്ലാതായി കഴിഞ്ഞെന്നുള്ളതാണ്. അവന്റെ ഉള്ളിൽ അങ്ങനെയുണ്ട്. കാരണം നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണം എന്ന് പറയുമെന്നൊക്കെ കരുതി. പക്ഷെ അതൊന്നും പറയാൻ അപ്പൻ സമ്മതിച്ചില്ല. അപ്പൊ പിതൃഹൃദയമാണ്, ഫാദേഴ്സ് ഹാർട്ട്. അപ്പൊ സഭകളിൽ പിതാവിന്റെ പിതൃഹൃദയമാണ് കാണപ്പെടേണ്ടത്. അപ്പോ ഈ കാതോലിക്ക ബാവ എന്ന് പറയുന്നത് ആലിബാബ എന്ന് പറയുന്ന പോലെയാണ്. ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ് ഈ കഞ്ഞിക്കുഴിയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ആലിബാബയ്ക്ക് ഭയങ്കര അരിശം വന്നു. അനുയായികളാണ് ഈ 41 കള്ളന്മാരെന്ന് പറഞ്ഞ അനുയായികളാ, മക്കളല്ല. ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറഞ്ഞാൽ ബാവ എന്ന് പറഞ്ഞാൽ പിതാവെന്നാണ് അർത്ഥം. അപ്പൊ പിതാവിന്റെ ഹൃദയമില്ലാത്തവൻ ബാവ എന്നൊക്കെ പറഞ്ഞു, നിനക്ക് നാണമില്ല ബാവ എന്നൊക്കെ പറഞ്ഞു നിനക്ക് എന്ത് ബാവ? അപ്പൊ ബാവ എന്ന് പറഞ്ഞാൽ അപ്പനാണ്, എല്ലാവരുടെയും അപ്പനാണ്. അപ്പൊ കാതോലിക്ക ബാവ എന്ന് പറയുമ്പോൾ സകലരുടെ പൊതുപിതാവാണ്. അപ്പൊ ഈ പൊതുപിതാവ് എന്ന് പറഞ്ഞാൽ ഈ മെത്രാച്ചന്റെയും പിതാവാണ്. അപ്പൊ അവനെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കാരുണ്യാതിരേകത്തോടെ ആലിംഗനം ചെയ്യുക, ആശ്ലേഷിക്കുക. അവന് കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെ ക്ഷമിക്കുക, തിരുത്തുക, മറ്റുള്ളവരെ അവനെ ചേർത്ത് നിർത്താൻ എൻകറേജ് ചെയ്യുക. അതാണ് ഒരു ശരിക്കും പിതൃഹൃദയം. ആ പിതൃഹൃദയം പോയിട്ട് ഒരു സഹോദര ഹൃദയം പോയിട്ട് ഒരു എന്താണ് അതിന്റെ ഒന്നും ഒരു 1000-ൽ അംശം പോലും റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ഗതികേടിലേക്ക്. അപ്പം എന്നെ സംബന്ധിച്ച് ഒരു വശത്ത് അത് ദുഃഖകരമാണ്. കാരണം ഒരു ക്രിസ്തീയ സഭ എന്ന് കഴിഞ്ഞ നാളുകളിൽ നമ്മളെല്ലാം തെറ്റിദ്ധരിച്ച ഒരു വിഭാഗം ഇത്രമാത്രം അധപ്പതിച്ചല്ലോ എന്ന് ഓർക്കുന്ന ദുഃഖം എനിക്കുണ്ട്. അപ്പോൾ തന്നെ ഈ ക്രിസ്തീയ സഭയാണെന്ന് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവരുടെ തനിക്കുണം നാട്ടുകാരുടെ മുമ്പിൽ വെളിപ്പെട്ടല്ലോ, ഇവർ എക്സ്പോസ്ഡ് ആയല്ലോ എന്ന് ഓർത്ത ആ സന്തോഷം എനിക്കുണ്ട്. കാരണം നാളുകളായിട്ട് നമ്മുടെ തേങ്ങ കക്കുന്ന കള്ളനെ പിടിക്കുമ്പോ നമുക്കൊരു സന്തോഷമുണ്ട്, അവനെ പിടിച്ചല്ലോ എന്ന്. പക്ഷെ ആ കള്ളൻ നമുക്ക് പരിചയമുള്ള ഒരു ആളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു വിഷമം വരും. എന്ന് പറഞ്ഞ പോലെ ഈ കഞ്ഞിക്കുഴി സംഘം ക്രിസ്തീയ സഭയാണെന്ന് പറഞ്ഞു നടന്നു. പക്ഷെ അവർ ക്രിസ്ത്യാനികളെ അല്ല, ക്രിസ്തീയ സഭയല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ ആ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടി ഇന്നലെ അവരുടെ കയ്യിൽ നിന്ന് ഈ ആലിബാബായും 41 കള്ളന്മാരും കൂടെ ചേർന്ന് നടപ്പിലാക്കിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് നന്ദിയുണ്ട്. ഇനി മാർ അപ്രേം എന്ന് പറയുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആയുസ്സിൽ അവശേഷിച്ചിരിക്കുന്ന ദിനങ്ങൾ, അതാണ് പത്രോസ് ശ്ലീഹായുടെ പ്രയോഗം, ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന ദിവസങ്ങൾ, അങ്ങനെ ഒരു റിമൈനിങ് ഡേയ്സ് ഇൻ ദ ഫ്ലഷ്, അതിനെ സന്ധാരണ ചെയ്യുവാനുള്ള കഴിവും കൃപയും അദ്ദേഹത്തിന് സർവേശ്വരൻ കൊടുക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ഭൗമകാലാവധി അദ്ദേഹം ഓടി തീർത്തുകൊള്ളും. അദ്ദേഹത്തിന്റെ പരദേശ പ്രയാണം വിജയകരമായിട്ട് അദ്ദേഹം തീർക്കും. അതിന് അദ്ദേഹത്തിന് വേണ്ട സാരഭത്തിൽ വിധവയോട് കൽപ്പിക്കുകയും കരീത്തിന്റെ തോട്ടിൽ കാക്കയോട് കൽപ്പിക്കുകയും ചെയ്ത് ഏലിയാവിനെ പോറ്റി എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ജഡത്തിൽ അവശേഷിക്കുന്ന കാലങ്ങൾ അദ്ദേഹത്തിന് നടക്കുവാനുള്ള, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനുള്ളവരോടൊക്കെ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് നടന്നോളും.
ഞാൻ പക്ഷെ ഇവരെ പറ്റി ചിന്തിക്കുന്നു, ഇവരുടെ ഒരു അവസ്ഥ എത്ര ഗതികേടാണ്. അപ്പൊ ഇന്നലെ എനിക്ക് ഒരാൾ മെസ്സേജ്, അയ്യോ ഇനി അപ്രേമിന്റെ ഗതി എന്താ? ഞാൻ പറഞ്ഞ അപ്രേമിന്റെ അല്ല, ആ പുറത്താക്കിയവന്മാരുടെ ഗതി എന്താവും ഓർത്ത് ചിന്തിക്കുക. അതാ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിന്നെയൊക്കെ ചൊല്ലി വേണം കരഞ്ഞു. അപ്പൊ അപ്രേമിനെ ചൊല്ലി വിലപിക്കേണ്ട ആവശ്യമില്ല. ആ അയോഗ്യ പയലുകളെ സംബന്ധിച്ച് അവരെ ഓർത്ത് നീ വിലപിക്കുക.